ഇനി കുറച്ച് നാൾ പുറകോട്ടേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1826 ആദ്യമായിട്ട് ഒരു ഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്നത്. അവിടെ നിന്നും ക്യാമറയുടെ ലോകത്തിന് വന്ന മാറ്റം ചെറുതല്ല അല്ലേ? ചെറുതും വലുതുമായി ഒട്ടനവധി ക്യാമറകളിലൂടെ കടന്നു നമ്മൾ ഇന്ന് മൊബൈൽ ക്യാമറ വരെ എത്തി നിൽക്കുകയാണ്. 84ഓളം കമ്പനികളുടെ 400ഓളം വരുന്ന ക്യാമറകളുടെ വിപുലമായ ശേഖരം നമുക്കൊന്ന് കണ്ടുവന്നാലോ. എൻ്റെ ദൃശ്യം ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞു മൊബൈൽ ക്യാമറയ്ക്കകത്താണ്. നമ്മുടെ പോക്കറ്റിനകത്തൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മൊബൈൽ ക്യാമറയ്ക്ക്. എന്നാൽ ആ മൊബൈലിലേക്ക് എത്തിയ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണുന്നത്. ഈ കാണുന്ന 400ഓളം വരുന്ന ക്യാമറയുടെ ശേഖരം അത് ഒരാളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഫോട്ടോഗ്രാഫറായ കോട്ടയം സ്വദേശിയായ മനുവിൻ്റെ കഴിഞ്ഞ 15 വർഷം കൊണ്ടുള്ള ശേഖരമാണ് ഈ കാണുന്ന ക്യാമറകളെല്ലാം. ഫോട്ടോഗ്രാഫിയോട് കൊച്ചിലെ മുതലേ ഉള്ളൊരു താല്പര്യമാണ്. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു, പിന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 15 വർഷമായിട്ട് ഞാൻ ഈ കളക്ഷൻ ആരംഭിച്ചു. ഇതിനകത്ത് ലൈക്ക മുതലുള്ള ബ്രാൻഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ലൈക്കുണ്ട്, റോളിഫ്ലെക്സ് ഉണ്ട്, മാമിയുണ്ട്, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ വാഗീശ്വരി വരെയുള്ള ക്യാമറകളുണ്ട്. 82 ബ്രാൻഡുകളുടെ ക്യാമറകളാണ് ഇപ്പോൾ എൻ്റെ കളക്ഷനിലുള്ളത്. 400 ക്യാമറകൾ മൊത്തം എൻ്റെ കയ്യിലുണ്ട്. മുതലുള്ള ക്യാമറകളാണ് മനുവിൻ്റെ പക്കലുള്ളത്. അതായത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പകർത്തിയ ക്യാമറകൾ. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. നിതിൻ, മനു എന്ന ഫോട്ടോഗ്രാഫറിന്റെ ക്യാമറ കളക്ഷൻ 400ഓളം ക്യാമറകൾ ഒരാളുടെ കയ്യിലുണ്ട്. മുൻപ് പഴയ ക്യാമറകൾ തൊട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരാളെന്ന് അത് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതമല്ലേ? 400ഓളം ക്യാമറകളുള്ള ഒരാൾ അതിങ്ങനെ എക്സിബിഷൻ നടത്തുമ്പോൾ ക്യാമറകൾ ഇഷ്ടപ്പെടുന്ന, ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ കൗതുകം തന്നെ ആയിരിക്കും അല്ലേ? AD 1000 കണ്ണാടി ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടൊരു പ്രതിബിംബം കണ്ടുപിടിക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പെർമനന്റ് ഫോട്ടോഗ്രാഫി പകർത്തുന്നത് 1826-27 കാലഘട്ടത്തിലാണ്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് വിവിധ തരത്തിലുള്ള ക്യാമറകളുടെ കണ്ടുപിടുത്തമാണ്. TLR, SLR, ഇൻസ്റ്റന്റ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് വിവിധ തരത്തിലുള്ള ഒട്ടനവധി ക്യാമറകളുടെ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. 1999 ആദ്യമായിട്ട് മൊബൈലിൽ ഒരു ക്യാമറ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ രൂപാന്തരപ്പെട്ടു വന്ന ക്യാമറയോടും ഫോട്ടോഗ്രാഫിയോടും വീഡിയോഗ്രാഫിയോടും ഒക്കെയുള്ള അതിയായ താല്പര്യങ്ങൾ പലർക്കും അതിനോടൊക്കെയുള്ള താല്പര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ ഫോട്ടോഗ്രാഫറായ മനുവിൻ്റെ കഥയും അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം. ഇപ്പോൾ അത് പിന്നീട് ഫോട്ടോഗ്രാഫി പഠിച്ച് പുതുതലമുറയ്ക്ക് ഫോട്ടോഗ്രാഫിയിലെ അറിവുകൾ പകർന്നു നൽകുന്ന ഒരാളായി മാറി. എന്നാൽ അതിലും ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല മനുവിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം എന്ന് പറയുന്നത്. 15 വർഷം കൊണ്ടിട്ട് 400ഓളം ക്യാമറകളാണ് മനു ശേഖരിച്ചത്, കൂട്ടിയത് എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ തന്നെ 84 വിവിധ ഇനം കമ്പനികളുടെ ക്യാമറകൾ, 1887 മുതലുള്ള ക്യാമറയുടെ വിപുലമായ ഒരു കളക്ഷനാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. ഇന്ന് നമുക്കെല്ലാം വളരെ സുലഭമായിട്ട് മൊബൈലുകളിൽ ക്യാമറയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്നതും രീതികളൊക്കെ മാറിയപ്പോൾ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനത്തെ ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു തരാൻ സാധിക്കുന്നത് മനുവിനെ പോലുള്ളവർക്കാണ് അല്ലേ? ശരി നിതിൻ.